നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസ് ഇപ്പൊ വിവാദത്തിലാ അല്ലെ? ഞങ്ങൾ നാട്ടുകാരാണ്, ഞങ്ങളുടെ അടുത്തുള്ള യങ്സ്റ്റേഴ്സ് ഇത്, ഞങ്ങളുടെ തൊട്ടടുത്ത നാട്ടിലെ കുട്ടികളാണ്. അവര് ഇപ്പൊ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവർ ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എന്താണ്? ഒരു അമ്പല മൈതാനത്ത് ഒരു ക്രിസ്തീയ പാട്ട് പാടി. ഭയങ്കര സംഭവമായി അല്ലെ? കഷ്ടം. ഷാജി, നമുക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയേണ്ടത്? പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു വളരെ വില കുറഞ്ഞ പ്രതികരണങ്ങളായി പോയി. കാര്യം വെച്ചാല് ഈ നാടിന്റെ പൈതൃകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റിലമായിരുന്ന മകുടോദാഹരണങ്ങളായിരുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഇപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സമൂഹത്തെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുന്ന രീതിയിൽ ഞങ്ങൾ വീഡിയോ ചെയ്യേണ്ടി വന്ന തന്നെ ആ അപകടം മനസ്സിലാക്കിയിട്ട് നമ്മൾ സമൂഹത്തിൽ അല്പമെങ്കിലും ചിന്തിക്കുന്നവർക്ക് ഒരു അറിവ്, അത് ഞങ്ങളെ ഉദ്ദേശിച്ചുള്ളൂ. സാർ അങ്ങനെ പറഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഒരു ഉദ്യമം വന്നിരിക്കുന്നത്. ഷാജിനെ അറിയാം, നമ്മുടെ ചരിത്രം, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം അറിയില്ല. കാരണം പുതിയ തലമുറയെ പഠിപ്പിക്കാൻ നമ്മുടെ സിലബസുകളിലും ഇല്ല. ഉണ്ടോ? മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര കാലത്ത് നവകാലി യാത്ര നടത്തി ചൗറി ചൗറ ഇൻസിഡൻസ് ഒക്കെ നമുക്കറിയാം. മൊത്തം ശിബായി മൂട്ടണിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ? ഹൈന്ദവരാണ് ബ്രിട്ടീഷ് പോലീസുകാരോട് ഇടയിലുള്ള മുസ്ലിങ്ങളുടെ തോക്കിനുള്ളിൽ പന്നിയുടെ നെയ് കലർത്തിയതെന്ന് വ്യാഖ്യാനം ഉണ്ടാക്കിക്കൊണ്ട് പന്നി ഉണ്ടകളിലൊക്കെ വെടിയുണ്ടകളിൽ പന്നിയുടെ നെയ് പുലർത്തിക്കൊണ്ട് ഇത് ഹൈന്ദവരാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഭിന്നിച്ച് ഭരിക്കൽ എന്ന് പറയുന്ന തന്ത്രമാണ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭിന്നിച്ച് ഭരിക്കലിന്റെ അവസാന രൂപമാണ് പ്രേതം. ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആ പ്രേതം വേട്ടയാടിക്കൊണ്ട് പലർക്കും വോട്ട് മാത്രം മതി. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ച് ജീവിക്കുന്ന ആർക്കും ഒരു താല്പര്യവും ഇല്ല. കാരണം എന്താണെന്നറിയോ? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ഒരു മക്കളെ ഒരു അമ്മ പറ്റ മക്കളെ പോലെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ ഇവരുടെ ലക്ഷ്യം സാധിക്കില്ല. നന്ദഗോവിന്ദം ഭജൻസ് നവീൻ ഉൾപ്പെടുന്നവരെ നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. 10-25 വർഷക്കാലമായി പണിക്കരി ചേട്ടൻ എന്ന് പറയുന്ന ശാരീരിക വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് പണിക്കരി ചേട്ടൻ. അദ്ദേഹത്തിന്റെ ആയിരുന്നു ഈ പ്രസ്ഥാനം, ഇല്ലേ? ഇവരെ ആർക്കും വേണ്ടായിരുന്നല്ലോ. ഇവരുടെ ഡെഡിക്കേഷൻ, ഈ ചെറുപ്പക്കാരുടെ ഡെഡിക്കേഷൻ. എന്റെ തൊട്ടടുത്ത വീട്ടിലാണ് പണിക്കരി ചേട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് അവരുടെ മക്കള് 3 പേര്. എനിക്ക് അവരെ എല്ലാവരെയും അറിയാം. നന്ദഗോവിന്ദം, ഈ പറയുന്ന നവീൻ ഉൾപ്പെടുന്നവരെ, അവര് പഠിച്ചു വളർന്നത് ക്രിസ്ത്യൻ സ്കൂളിലാണെന്ന് അവർ പറഞ്ഞു. നവീൻ CMS കോളേജിൽ പഠിച്ചതാണ്. നിങ്ങൾക്കറിയോ? എന്റെ മോനോടൊപ്പം പഠിച്ച ആളാണ് നവീൻ. നമ്മൾ എത്രയോ പ്രാവശ്യം, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിസ്സാരമായ ഒരു അമ്പല മൈതാനത്ത്, ആ അമ്പലം എന്ന് പറയുന്നിടത്ത് ദേശവിളക്ക് എടുക്കുമ്പോ പള്ളിയിൽ എന്ത് ചെയ്യും? വിളക്ക് കത്തിക്കും. അയർക്കുന്നത്ത് പള്ളി എന്ന് പറയുന്നത് ഷാജിക്കറിയാമല്ലോ. അയർക്കുന്നം പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് ഹിന്ദു കൊടുത്ത സ്ഥലത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ അയ്യപ്പന്റെയും ആവരുടെയും കഥ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ അടുത്ത ദിവസം അല്ലെ ഷാജി ആ പാട്ടിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാള് ഒരു പള്ളിയില് ഒരു ഹിന്ദു അല്ലെ പറഞ്ഞു, പ്രകാശ് പുത്തൂർ എന്ന് പറഞ്ഞ ആള് ഒരു പള്ളിക്കുള്ളിൽ കയറി ഒരു കല്യാണ കൊയറിന് പുള്ളി കാനായിലെ കല്യാണ നാളിൽ നിന്നുള്ള ആ പാട്ട് പാടി വൈറലായി. അത് ഇന്നും യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങളെല്ലാം കയറി കാണുന്നത് പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഹിന്ദു പാടുന്ന ആ പാട്ട്. ഏതെങ്കിലും പിതാക്കന്മാരോ ഏതെങ്കിലും വികാരിമാരോ ക്രിസ്ത്യാനികളോ ഇറങ്ങി പോകാൻ ഒരിക്കലും ഇല്ല. അതാണ് മതസൗഹാർദ്ദം. അതാണ് എല്ലാരും അത് നെഞ്ചോട് ചേർക്കുമായിരുന്നു ആ പാട്ടിനെ, ആ കലാകാരന്റെ കഴിവിനെ. അവരുടെ കൂടെ നിന്ന് പാടുന്ന ഒരു പെൺകുട്ടി ലാസ്റ്റ് ഈ കൈകൊണ്ട് കാണിക്കുന്ന ആക്ഷൻ ഉണ്ട്. നിങ്ങളൊരു 4 മിനിറ്റ് കഴിയുന്നതിനും വരെ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് അംഗീകരിക്കുകയാണ് ഒരു കലാകാരനെ. കലാകാരനെ അംഗീകരിച്ചാൽ പോരെ. തന്നെയല്ല ഇപ്പം നമ്മള് സാറ് പറഞ്ഞ പോലെ സ്കൂളെന്നൊക്കെ പേര് ഇപ്പോഴാണ് വന്നത്. പണ്ട് ഈ പഠന വിദ്യാലയങ്ങളുടെ പേര് പള്ളിക്കൂടമെന്നായിരുന്നു. പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പള്ളിക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയത് ആരാണ്? ഇവിടെ വന്ന ഇന്ത്യയിൽ മുഴുവൻ ക്രിസ്ത്യൻ മിഷണറിമാർ ഉണ്ടാക്കിയ സ്കൂളുകളും ഈ മാതൃ ശുശ്രൂഷ കേന്ദ്രങ്ങളും അനാഥാലയങ്ങളും കുഷ്ഠരോഗികളെ ഈ പറഞ്ഞ മദർ തെരേസ ചികിത്സിച്ചത് ജാതി നോക്കിയായിരുന്നു. ഒന്നുമല്ലോ. നാണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? നമ്മളിവിടുത്തെ മുഴുവൻ ജനങ്ങളും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണം. അറിയാവോ? ഇവിടെ ഒരു വർഗീയ കലാപം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. നമ്മുടെ മടിയിൽ വെച്ചടങ്ങുന്ന ഷാജി ബോംബായിരുന്നു. ഇത് വർഗീയ കലാപം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടാൽ ഒരു പോലീസിനും ഒരു പട്ടാളത്തിനും അടിച്ചമർത്താൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഇവിടെ മുഴുവൻ ഇവരുടെ നേതാക്കന്മാരുടെ മക്കളൊന്നും മരിക്കില്ല. എല്ലാം ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ചെക്കോസ്ലോവേലിയും ജീവിക്കുകയാണ്. അല്ല സാറേ, അത്ര ഭയങ്കരമായിട്ട് തീവ്രവാദമുള്ള ഹിന്ദുക്കള് വളരെ കുറവാണ്. അവരാണ് ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അവർ അങ്ങനെ ഉണ്ടെന്നൊരു പെട്രോൾ ഉപയോഗിക്കരുത്. കാരണം വരുന്നത് സൗദിയിൽ നിന്നും ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ വരുന്നത്. അവരിവിടെ നിന്ന് എന്തെങ്കിലും സാധനം ഒഴിച്ചെടുത്തേച്ച് അവർ വാഹനം ഓടിക്കണം. അല്ലാതെ ഈ മതസൗഹാർദ്ദത്തെ കുറിച്ച് പറയുകയും ഈ രാജ്യത്തിന്റെ ഈ ഇറക്കുമതി ചെയ്യുന്ന എണ്ണ അവർ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇറക്കുമതി വരുന്നത് എവിടുന്ന? ക്രിസ്ത്യാനിയുടെ പറമ്പിൽ വരുന്ന ശ്വാസം വായു ശ്വസിക്കരുത്. ശബരിമലയിൽ നിരോധിക്കാൻ പറ.
യേശുദാസിന്റെ ഹരിവരാസനം പാടും അല്ലെ? ഇന്നും അയ്യപ്പന് നട തുറക്കുന്ന അവസരങ്ങളില് കേട്ടുറങ്ങുന്നത് യേശുദാസിന്റെ പാട്ടാണ്. ഈ പോട്ടെ, ഗുരുവായൂർ അമ്പലം, അതും പോട്ടെ. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇവര് പാടിയ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് ഈ നന്ദഗോവിന്ദൻസിന്റെ ഹിറ്റായ പാട്ടാണ്. എന്താ, രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാലെ. ആ പാട്ട് യേശുദാസിന്റെ തരങ്ങിണി കാസറ്റിലെയാ. ക്രിസ്ത്യാനി പൈസ കൊടുത്തുണ്ടാക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവര് പറയുന്ന ഇവർക്കൊന്നും കുറിച്ചാൽ ഉളുപ്പ് വേണ്ട, ഉളുപ്പ്. നിങ്ങൾ മതസൗഹാർദ്ദം, ഇവിടെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ഒരുമിച്ച് ഒരു മുല്ലപ്പൂമാലയിലെ പൂക്കൾ പോലെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കി ഇതിൽ നിന്ന് വോട്ടും നേടി ലാഭം നേടി ഇവർക്കെല്ലാം സുഖിക്കണം, ഇവർക്കെല്ലാം നല്ല ജീവിതം നയിക്കണം, പേര് വേണം, പ്രശസ്തി വേണം, അധികാരം വേണം. അതിനുവേണ്ടി ഡിവൈഡ് ആൻഡ് റൂൾ ഇപ്പോഴും ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയ അതേ അതിന്റെ എല്ലാ അവശിഷ്ടം ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. ഹിന്ദു ആചാര്യന്മാര് പറഞ്ഞത് ലോക സംസ്ഥ സുഖിനോ ഭവന്തു എന്നാ. അതെ, അല്ലാതെ ഹിന്ദു സമസ്ത സുഖിനോ ഭവന്തുന്നോ അല്ലെന്നുണ്ടെങ്കിൽ കേരള സമസ്ത സുഖിനോ ഭവന്തു എന്നല്ല പറഞ്ഞത്. ലോകം മുഴുവൻ സുഖം അനുഭവിക്കട്ടെ. കഷ്ടം. ആ പാരമ്പര്യമുള്ള ഹിന്ദു മതം ഇവിടെ എല്ലാ മതങ്ങളെയും സ്വീകരിച്ചു. ക്രിസ്തു മതത്തിന് വന്ന് ഇവിടെ സ്ഥലം ചോദിച്ചു, പള്ളി പണിയാൻ ഇത് കൊടുത്തു. മുസ്ലിം മതം വന്നു, അവർക്ക് കൊടുത്തു, എല്ലാം കൊടുത്തു. കൊടുങ്ങല്ലൂര് മുസ്ലിം ക്ഷേത്രം, മുസ്ലിങ്ങളുടെ മോസ്ക്. ഇവിടുത്തെ കേൾക്കണം, ഇവിടുത്തെ ചരിത്രം ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കില്ല. ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് ജാതി ഇല്ലല്ലോ. ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. യങ്സ്റ്റേഴ്സിന് ജാതി ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് ജാതിയില്ല. ജാതി അങ്ങോട്ട് കുത്തി 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 വെക്കുകയാണ്. എന്ത് ജാതി? ആരുടെ ജാതി? ലോകത്ത് ലക്ഷോപലക്ഷം ജീവജാലങ്ങളുണ്ട്, മനുഷ്യന് മാത്രമല്ല ജാതിയുള്ളൂ. പട്ടിക്ക് ഹിന്ദു ക്രിസ്ത്യാനും ജാതിയുണ്ടോ? നിങ്ങൾ പറയൂ. ഏതെങ്കിലും മറ്റു ജീവജാലങ്ങൾക്ക് ജാതിയുണ്ടോ? മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ ആൾക്കാർക്ക് മാത്രമേ ജാതിയുള്ളൂ. ആണും പെണ്ണും രണ്ട് വർഗ്ഗേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് നാച്ചുറൽ തിയറി ഓഫ് റൈറ്റ്സ് പഠിക്കണം, പുസ്തകം വായിക്കണം. മനുഷ്യൻ എന്ന് പറയുന്നവനെ തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്നും മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ഇത്തരം വർഗീയ വിഷങ്ങളെ, കഷ്ടം. വിഷപ്പാമ്പുകളൊക്കെ എത്ര മാന്യമാണ്. നിസ്സാരമൊരു കാര്യം. ഇവിടെ ഒരു പള്ളി എന്ന് പറയുമ്പോൾ, ഒരു അമ്പലം എന്ന് പറയുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ചരിത്ര പ്രസ്ഥാനമായ പ്രസിദ്ധമാണല്ലോ നമ്മുടെ മണർകാട് പള്ളി. ഈ മണർകാട് പള്ളിയിൽ മണർകാട് അമ്പലം നമ്മൾ ചേർത്തിയനിത്യ മനസ്സിലാക്കണം. വിശ്വാസികളുടെ സങ്കല്പം സങ്കല്പമാണ്. ഒന്നും വേണം, ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞങ്ങളുടെ അമ്പലമുണ്ട്. ആ അമ്പലത്തില് ഈ പറഞ്ഞ പണിക്കരി ചേട്ടന്റെ വൈഫ് ഉൾപ്പെടുന്നവരുടെ അമ്പലമാണ്. ആ അമ്പലത്തില് ഇത് പോകുമ്പോ കുംഭകൂടം പോകുമ്പോൾ ശിവരാത്രിക്കും ഇവിടുത്തെ പള്ളിക്കാരെ അത് സ്വീകരിക്കുന്നത്, അവർക്ക് വെള്ളം കൊടുക്കുക, സ്വീകരിക്കുകയും ചെയ്യും. ഇവിടുത്തെ പള്ളിക്കാരുടെ റാസ പോകുമ്പോ ഈ അമ്പലംകാർ സ്വീകരിക്കും. നിങ്ങൾക്ക് അറിയുമോ? ഇതല്ലേ മതമൈത്രി? ഇതല്ലേ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ സെക്യുലറിസം, മതേതരത്വം എന്ന് പറയുന്നത്? മതേതരത്വം എന്ന് പറയുന്നത് ഇതാണ് ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ മതങ്ങളും ഒരുപോലെ പോകണം, റെസ്പെക്ട് ചെയ്യണം, വർഷിപ്പ് എനി ഗോഡ്, ബിലീവ് എനി റിലീജിയൻ. പക്ഷേ പരസ്പര സ്നേഹം വേണം. ഒരു കലാപം ഉണ്ടാകാൻ അധികം നേരം വേണ്ട. വേണോ? ഒരിക്കലും വേണം. നമ്മൾ പടക്കശാലയിലെ പടക്കം പൊട്ടി എത്ര പേരെ മരിച്ചിരിക്കുന്നു? നിസ്സാര സമയം മതി. ഇത് ഇങ്ങനെ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഇവരെ നമുക്ക് വെറുക്കണം. ഇവരെ വെറുക്കപ്പെട്ടവരാക്കണം സമൂഹം. ഒരു പാട്ട് പാടി ഇവിടെ അവിടെ മനസ്സിലാക്കണം. നവീൻ പറഞ്ഞത് എന്താണ്? പെർമിഷൻ മേടിച്ചു പാടാമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടെ അവിടെ പാർക്കിങ്ങിന് ഞങ്ങളുടെ തൊട്ടടുത്ത സ്ഥലമായത്. നവീന്റെ പിതാവും ഞാനും ഒക്കെ എപ്പോഴും സംസാരിക്കുന്നവരാണ്. കണ്ണന്, അതുപോലെ ഉണ്ണി ആന മാനേര്, ഈ പടിക്കരയുടെ മോനാണ് ഉണ്ണി. ഞങ്ങളുടെ മുമ്പിൽ വളർന്ന പിള്ളേരാണ് ഇവര്. അവരെത്രമാത്രം ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ടുമാണ് ഇത്രയും പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അവരിപ്പോ ഓസ്ട്രേലിയയിലാ. ഇപ്പൊ നവീന്റെ പിതാവ് ഇപ്പൊ എന്നോട് പറഞ്ഞു അവർ ഓസ്ട്രേലിയയിൽ പോയി 8 ദിവസം പ്രോഗ്രാം. ഞങ്ങൾ കഴിഞ്ഞ ബിജു കെ ജയൻ, അതായത് മനോജ് കെ ജയന്റെ ബ്രദർ ബിജു കെ ജയൻ, ജയവിജയുടെ പാട്ടാണ് രാധതൻ അല്ലേ? അത് നമ്മുടെ പെരുന്ന ക്ഷേത്രത്തിൽ വെച്ച് ഞാനും ബിജു കെ ജയനും നവീന്റെ അടുത്ത് ചെന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഇതേക്കുറിച്ച് സംസാരിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോ ഈ പാട്ടിനെ കുറിച്ച് നവീൻ അവിടെ പറയുന്നുണ്ട്. പെരുന്ന ക്ഷേത്രത്തില് അവിടെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം നോക്കിയിട്ടാണോ? ഞങ്ങള് ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിരുന്നതാണ്. പോസ്റ്റ് FCRA നിയമത്തെ BJP സർക്കാർ കൊണ്ടുവന്നതിനെ ഞങ്ങൾ പിന്തുണച്ചോണ്ടാണ്. അപ്പോ സാറ് ഒരു അടിയുറച്ച ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചിട്ടും അവിടെ ഈ FCRA നിയമം നടപ്പാക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഹിന്ദുക്കള് കൊണ്ടുവന്നൊരു അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി കൊണ്ടുവന്ന നിയമം ക്രിസ്ത്യാനിക്ക് എതിരെന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, അതും കൂടെ നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടിട്ട് തീരുമാനിക്കണം. ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇവിടെ ഷാജി, നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ മക്കളും തലമുറ ഇവിടെ ജീവിക്കണം. വർഗീയ കലാപം പൊട്ടിപ്പുറപ്പുള്ള നമ്മുടെ രാജ്യത്ത് ആർക്ക് ജീവിക്കാൻ പറ്റും? ഒരിക്കലും. നമ്മുടെ രാജ്യത്ത് ഏത് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റും? ഏത് പട്ടാളത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? ഒരിക്കലും. ഈ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട്
അല്ല അതിന്റെ ഈ വർഗീയ വിഷം കുത്തിവെച്ചതിന്റെ ഏറ്റവും ഈ വലിയ അറിയണമെങ്കിൽ നിങ്ങൾ ബംഗ്ലാദേശ് പഠിച്ചാൽ മതി, പഠിച്ചാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പഠിച്ചാൽ മതി, സിറിയയിലേക്ക് പോയാൽ മതി, ലെബനിലേക്ക് പോയാൽ മതി. ആഫ്രിക്കൻ അവിടെ രാജ്യങ്ങളിൽ അവിടെ മുഴുവൻ മതത്തെ, അതെ, ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ നടക്കുന്ന എന്താണ്? എന്താണ് നടക്കുന്നത്? അത് ചിന്തിച്ച് നമുക്ക് ഒരിക്കലും മതം രാഷ്ട്രീയത്തിൽ കലർത്തരുത്. രാജ്യത്ത് അത് ദോഷം ചെയ്തിട്ടുള്ള ആ രാജ്യങ്ങളിൽ, ഞാൻ ഈ പേര് പറഞ്ഞ എല്ലാ രാജ്യങ്ങളും നിങ്ങൾ നോക്കിക്കോ, ഈ മതം കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നുള്ളതല്ല. ഇവിടെ ഹിന്ദുത്വമാണ് പറയുന്നതെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഒരിക്കലും ആ ഹിന്ദു മാത്രം മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നവരല്ല. കാര്യം ഹിന്ദു മാത്രം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ ചിലപ്പോൾ ഇത്രയും ആകാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ സുഹൃത്തുക്കൾ പല ഇതിലുണ്ട്, എന്നോട് ബിസിനസ് ചെയ്യുന്നവർ പല മതത്തിൽ ജാതിയിൽപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിരുന്ന് സംസാരിക്കാനായിട്ട് പ്രാപ്തനായത്. അത് സമൂഹത്തിൽ എല്ലാവരും വേണം, മാത്രമല്ല പരസ്പരം സ്നേഹിക്കണം. ഇവിടെ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്ത് സ്നേഹത്തോടെ ജീവിച്ച സ്ഥലമായത്. ഇപ്പൊ നോക്കിയാൽ നമ്മൾ നോക്കിയേ, ഒരു കഴിഞ്ഞൊരു 10-25 വർഷമായി പരസ്പരം മിണ്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ആരാ അതിന് കാരണക്കാർ? ഇവിടുത്തെ വോട്ട് കിട്ടാൻ വേണ്ടി കാണിച്ച പരിപാടികൾ അതൊക്കെ നമ്മളെന്താ മനസ്സിലാക്കാത്തത്? ഏത് നേതാവിന്റെ മകനാണ് വഴി കിടന്ന് വിട്ടുവിട്ട് ഭരിച്ചത്? നിങ്ങൾ പറ. ഇവിടെ നേതാക്കന്മാർക്ക് ഇതുകൊണ്ട് ലാഭമാണ്, അവർക്ക് അധികാരം കിട്ടും, പണം കിട്ടും, അവർക്ക് പ്രശസ്തി കിട്ടും, അവരുടെ കാര്യം നടക്കും. നമ്മൾ പാവങ്ങളായ ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയെ മുസ്ലിം തമ്മിൽ അടുപ്പിക്കുകയാണ്. വർഗീയ വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അമ്പലത്തിന്റെ ഒരു മൈതാനത്ത് ഒരു ക്രിസ്തീയ പാട്ട് പാടിയാൽ ഇവിടെ ആർക്കാണ് കുരു പൊട്ടുന്നത്? ഇവിടെ ഏത് അങ്ങനെയാണോ? അപ്പം ഹൈന്ദവ ദൈവങ്ങളെല്ലാം ഇത് കേട്ടൊക്കെ പോയോ? എഴുന്നേറ്റ് ഓടുന്നു. ആ പഴയ പാട്ട് നമ്മുടെ വയലാർ എഴുതിയ പാട്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യൻ മതങ്ങളും ദൈവങ്ങളോട് കൂടി മണ്ണ് പങ്കുവെച്ചു. പിന്നെ എന്തായി? പ്രാന്താലയമായി ഇന്ത്യ, പ്രാന്താലയമായി കറക്റ്റ് അല്ലേ? വിവേകാനന്ദൻ പറഞ്ഞത് നമുക്ക് കോട്ടയത്തിന് വേറെ പാരമ്പര്യമുണ്ട്. തിരുനക്കര അമ്പലത്തിലെ ഉത്സവത്തിന് എല്ലാ ഈ വൃശ്ചിക 1 മുതൽ വൃശ്ചികം 11 വരെ ഒരു ധനു 1 മുതൽ ധനു 11 വരെ ഒരു ചെറുപ്പ് മഹോത്സവം നടക്കുമായിരുന്നു. അതെ. അതിൽ ഒരു ദിവസത്തെ ആ പരിപാടി സ്പോൺസർ ചെയ്തൊരു HMC എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നായിരുന്നു അതിന് പേര്. ആ സംഘടന നാട്ടിലിറങ്ങി പിരിച്ച് ആ ഒരു ദിവസത്തെ ആ ഒരു കലാപരിപാടികൾ മുഴുവൻ അമ്പലത്തിൽ നടത്തിയിട്ടുള്ള ഒരു പാരമ്പര്യയുടെ കോട്ടയത്തിനുണ്ട്. ഇന്നിപ്പോൾ ഈ ചെറുപ്പ മഹോത്സവങ്ങളൊന്നും പല അമ്പലങ്ങളിലും ഇല്ലാത്തതുകൊണ്ട് അത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ഇത് നടക്കുന്നുണ്ട്. അത് HMC പഴയ ആൾക്കാരോട് ചോദിച്ചറിയാം. ഷാജി ഒരു കാര്യം ഷാജി ഇപ്പൊ പറഞ്ഞോണ്ട് പറയണം, നിങ്ങൾ കേട്ടോ. ഞാൻ കഴിഞ്ഞ 35 വർഷമായി തിരുനക്കര അമ്പലത്തിലെ പള്ളിപ്പുറത്ത് കാവിലെ വിളക്കെണ്ണ കൊടുക്കുന്ന ഞാനാണ്. ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, പള്ളിപ്പുറത്ത് ഭാഗത്തിന്റെ വിളക്കെണ്ണയുണ്ട് തിരുനക്കര അമ്പലത്തെ ക്ഷേത്രത്തിലേക്ക്. പബ്ലിക് കോളേജിൽ നിന്ന് ഇവർ കഴിഞ്ഞ 35 വർഷമായി ഞാനാണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു വർഷവും ഞാൻ മുടക്കിയിട്ടില്ല. എന്റെ തൊട്ടടുത്ത് അമ്പലമുണ്ട്, ഞങ്ങളുടെ തൊട്ട് വീടിന് മുമ്പിൽ അമ്പലമാണ്. ഞങ്ങളെല്ലാം എത്ര മതസൗഹാർദ്ദമാണ് ജീവിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ മക്രോണി പാലത്തിന്റെ കലിങ്ങിന്റെ അവിടെ അമ്പലത്തിന്റെ പള്ളിയുണ്ട്. അവിടെ തിരി കത്തിക്കുന്നത് രാവിലെ വെളുപ്പിന് 5 മണിക്ക് ഗോപിച്ചേട്ടനായിരുന്നു. ഗോപി എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടുകാരനാണ് പോയി തിരി കത്തുന്നത്. ഏതാ അമ്പലത്തിനും ആ പള്ളിയുടെ കുരിശുചോട്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം സ്നേഹത്തോടെ സമത്വത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇത്ര അന്തർചിത്രം ഉണ്ടാകുന്നത്. ഇതിന് വേറൊരു ദുരന്തമുണ്ട്. ഇത് വേറെ ഏതോ ഒരു ഹിന്ദു സംഘടനയാണ് ഇത് പ്രതികരിച്ചിരിക്കുന്നത്, RSS അല്ല. RSSന്റെ പ്രതിനിധികൾ അവർ വളരെ ശോഭിച്ചാണ് ഈ ഒരു പ്രസ്താവനയോട് അവർ പ്രതികരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് അവർക്ക് പേരുണ്ടെങ്കിലും അവർ ഒരു കാരണവശാലും രാഷ്ട്ര സേവനമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരൊരിക്കലും വർഗീയതല്ല. രാഷ്ട്രം ഉണ്ടായാലേ രാജ്യമുള്ളൂ. ഏകത്വമാണ്. പല ഭാഷ സംസാരിക്കുന്ന പല സംസ്കാരമുള്ള രാജ്യമാണ് ഇന്ത്യ. നാനത്വത്തിൽ ഏകത്വം. ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന ആമുഖം വിളിച്ചു പറയുന്നതാണ്, ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ്, മതേതരത്വ രാജ്യമാണ്. ഇവിടെ ഇവിടുത്തെ ഹിന്ദുക്കളല്ലേ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ? പറ, നിങ്ങൾക്ക് ചരിത്രം അറിയാമെങ്കിൽ പറഞ്ഞുതരാം. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരാണ്? ക്രാനായി സമുദായം ഒഴികെ ബാക്കി എല്ലാ ക്രിസ്ത്യൻസും ഇവിടുത്തെ ഹിന്ദുക്കളല്ലേ? നിങ്ങൾ പറയൂ. ഹിന്ദു അപ്പന്മാരുടെ മക്കളല്ലേ? ഇവിടെ കൊടുങ്ങല്ലൂർ പള്ളിയെ കുറിച്ച് പറഞ്ഞല്ലോ. 10 അറബികള് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ രാജാവിനെ മുഖം കാണിച്ചപ്പോൾ ആ അറബികൾ വിവാഹം കഴിച്ചത് ആരെയാണ്? ഹൈന്ദവ സഹോദരിമാരെയാണ്. ആ അറബികൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്പലം പണിയാൻ വെച്ചിരുന്ന, അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ മോസ്ക് അമ്പലത്തിന്റെ മാതൃകയിൽ ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ചരിത്രമൊക്കെ ആരും നമ്മളെ പഠിപ്പിക്കില്ല. പുതിയ സിലബസുകളിൽ നിന്നും NCR സിലബസുകളിൽ നിന്നൊക്കെ ചരിത്രം മുഴുവൻ മാറ്റുകയാണ്. പുതിയ തലമുറ ഇത് പഠിക്കരുത്. അവന് രാജ്യസ്നേഹം ഉണ്ടാകരുത്, അവന് മതേതര സ്വഭാവം ഉണ്ടാവരുത് എന്ന് ഓർത്ത് അല്ലെ, അവന് ഉണ്ടാവരുന്ന ഓർത്തുകൊണ്ടാണ്. ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റും. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ 10 കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. നമുക്ക് വേണ്ടത് സമഭാവന.
ഈ രാജ്യത്ത് എല്ലാ പൗരനും ഒരുപോലെ നാച്ചുറൽ തിയറി ഓഫ് റൈറ്റ്സ് പറയുന്നത് എന്താണ്? ഓൾ ആർ ഈക്വൽ, എല്ലാവരും തുല്യരാണ്. ജാതി മതം ഉണ്ടാക്കുന്ന മനുഷ്യരാണ്. അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവന്റെ സാമ്പത്തിക ലാഭത്തിന് അവന്റെ അധികാരത്തിന് വേണ്ടി അതിന്റെ ഉന്നതങ്ങളിലിരിക്കുന്നതാണ് നിലനിൽപ്പിന് വേണ്ടി. ഉന്നതങ്ങളിലിരിക്കുന്നവർക്ക് മാത്രം. സാധാരണക്കാരന് ഇതുകൊണ്ടൊരു നേട്ടമില്ല. ഇവിടെ വർഗീയ കലാപം ഉണ്ടായ മരിക്കുന്ന പാവങ്ങളുടെ മക്കളാ. കാശുകാരന്റെ മക്കളൊന്നും മരിക്കില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവരെയൊക്കെ തുടച്ചു നീക്കണം. ഇവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. അത് ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ ഹിന്ദു പാട്ട് പാടിയാണ് ഇവിടെ വെള്ളപ്പൊക്കം സംഭവിക്കാനില്ല. ഒന്നും സംഭവിക്കും. ഈ നന്ദഗോപൻ എത്രയും നാള് ഇവര് ചെറിയ രീതിയിൽ വന്നിട്ട് ഞങ്ങൾക്കറിയാം. ഞാൻ പറയല്ലോ, ഞങ്ങൾ നാട്ടുകാരല്ലേ, ഈ കുട്ടികളെല്ലാം ഞങ്ങളുടെ മുമ്പിൽ വളർന്ന പിള്ളേരാണ്. ഇവരെല്ലാം അച്ഛന്മാരെയൊക്കെ ഞങ്ങൾക്കറിയാം. ഈ പണിക്കരി ചേട്ടന് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണത്. പണിക്കരി ചേട്ടന്റെ മക്കള് മോനാണ് എന്റെ മാനേര്. അവർ എത്രമാത്രം കഷ്ടപ്പെട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ എത്ര തീവ്രവാദ ഹിന്ദു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കാർക്കാണ് ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് ഒരു ഭക്തി മാർഗത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഈ നന്ദഗോപിൻ ഭജൻസിന് മാത്രമേ മുഴുവൻ ഹൈന്ദവരെ ഒരു മാല ചോർക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ കുട്ടികളെ നമ്മൾ കൈയടിക്കണം. ഹൈന്ദവർ ആത്മീയതയിലേക്ക്, ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവരെ ആത്മീയതയിലേക്ക് നയിച്ചു. അവരുടെ ഭജൻസ് കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒഴുകിയെത്തുന്നത്. കാരണം എന്താണ്? അവർക്ക് അത്രയും വൈബാണ്, അത്രയും ജനം അവരെ ഇഷ്ടപ്പെടുന്നു. അതൊരു കലാരൂപമായിട്ട് കണ്ടാൽ മതി. അല്ലാതെ വർഗീയതായിട്ട് കാണാം. നിങ്ങൾ വീട്ടിൽ നടക്കുന്ന കല്യാണമോ മരണാനന്തര ചടങ്ങോ അതങ്ങനെ എത്ര നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നോ ഒക്കെ അവനവന്റെ വിശ്വാസം അനുസരിച്ച് ചെയ്തു. പക്ഷെ ഇതൊരു പൊതുവായ വിഷയമാണ്. ഇത് പൊതുവായ വിഷയത്തിൽ വിഷം കലർത്തരുത്. ജാതിക്ക് മതത്തിന് അതീതമായി നമ്മൾ അതൊരു കലാസൃഷ്ടിയായിട്ട് മാത്രം കാണുക. ഇതിനകത്ത് അവിടെ ക്രിസ്ത്യൻ പാട്ട് പാടി അവിടുത്തെ അമ്പലത്തിന് ഓർക്കണം നിങ്ങൾ. ആ അമ്പലത്തിന് ഫ്രീ ആയിട്ട് അവരാ പ്രോഗ്രാം ചെയ്തു കൊടുത്ത. ആ അമ്പലത്തിന്റെ പുരപ്രതിഷ്ഠയെ ബന്ധപ്പെട്ട് അവിടെ സാമ്പത്തികം വേണം. അവിടുത്തെ ക്രിസ്ത്യാനികള്, അവിടെ ഏകദേശം ചെറിയ അവിടുത്തെ മുസ്ലിങ്ങള് എല്ലാരും പണം കൊടുത്തു. ഞങ്ങളെല്ലാം പണം കൊടുക്കുന്നവരാ. കാരണം ഒരു ദേവാലയം എന്ന് പറയുന്ന ദൈവം ഒന്നേ ഉള്ളൂ. മനസ്സിലാക്കണം. ഇത് പല പേരിൽ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ആ അമ്പലത്തിന് വേണ്ടി അവർ ചെയ്ത പരിപാടിയിൽ അവിടുത്തെ മുഴുവൻ നാട്ടുകാരും സഹകരിച്ചു. ഈ പറഞ്ഞ നവീൻ ഉൾപ്പെടെ, നവീൻ പഠിച്ചത് നമ്മുടെ ഓളിഫാം സ്കൂൾ, നവീൻ പിച്ച വെച്ച് നടന്നത്. അവിടുന്ന് CMS കോളേജ് പഠിച്ചു. അവരെല്ലാവരും, കണ്ണനായാലും ഉണ്ണിയായാലും എല്ലാവരും പേഴ്സണലി അറിയാവുന്നതാണ്. അവരെല്ലാം പഠിച്ചു വളർന്നു. അതുകൊണ്ട് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഏതെങ്കിലും ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്തില്ലല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടത് വോട്ടാണ്. നിങ്ങളുടെ ലക്ഷ്യം വേറെയാണ്. നിങ്ങളുടെ ലക്ഷ്യം ഭിന്നിക്കലാണ്. ഇവിടെ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് അസൂയാണ്. നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് ഈ അമ്പലത്തിന്റെ മൈതാനത്ത് ഒരു ക്രിസ്തീയ പാട്ട് പാടിയോണ്ട് കുരു പൊട്ടുന്നവരോട് തന്നെ ഞങ്ങൾ പറയാം, നിങ്ങളെ കേരളത്തിലെ യുവജനങ്ങളെ, കേരളത്തിലെ മതേതര മനസ്ഥിതിയും ആട്ടിപ്പുറത്താക്കും. ഇല്ലേ? പിന്നെ ചൂലുകൊണ്ടടിക്കും. അതേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇതിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി സംസാരിക്കുന്നത്. ഇത് പൊതുസമൂഹം അറിയണം. നമ്മൾ ഒരുമിച്ച് പോണം. നമ്മളിൽ വർഗീയത പാടില്ല. ജാതി മത ചിന്തകൾക്ക് അപ്പുറമായി നമ്മൾ ഇന്ത്യക്കാർ, അല്ലേ? നമ്മൾ ഭാരതീയർ, നമ്മൾ കേരളീയർ എന്നുള്ള വിചാരത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അത് തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്. അല്ലേ ഷാജി?